കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ആസ്ഥാനത്ത് ഉജ്ജ്വല തുടക്കം. ഡിജിറ്റൽ വിളക്ക് തെളിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ 37ാം ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെ കാലം കൊണ്ട് കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് ആവശ്യമായ സംഭാവനകൾ നൽകുന്ന പ്രധാനപ്പെട്ട പരിപാടിയായി കേരള ശാസ്ത്ര കോൺഗ്രസ് മാറിയെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ പുരോഗതിക്ക് വേണ്ട സംഭാവനകൾ കൊണ്ട് മാത്രമല്ല, രാജ്യത്തിനാകെ മാതൃകയാകുന്ന ചർച്ചകൾ എന്നിവ കൊണ്ടും ഈ ശാസ്ത്ര കോൺഗ്രസ് ശ്രദ്ധേയമാണ്. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള വേർതിരിവില്ലാതാക്കി അന്ധവിശ്വാസങ്ങളെ ശാസ്ത്രത്തിനുമേൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് അതിനെതിരെ ശാസ്ത്രീയതയിൽ ഊന്നിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നുവെന്നതാണ് സയൻസ് കോൺഗ്രസിന്റെ മറ്റൊരു പ്രാധാന്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാന യുവശാസ്ത്ര പുരസ്കാരത്തിനും മുഖ്യമന്ത്രിയുടെ ഗോൾഡ് മെഡലിനും അർഹരായ ഡോക്ടർ വൃന്ദ മുകുന്ദൻ, ഡോക്ടർ വി.എസ്. ഹരീഷ് എന്നിവർക്ക് ശാസ്ത്ര കോൺഗ്രസ് വേദിയിൽ മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിച്ചു. ശാസ്ത്രം തൃണവൽക്കരിക്കപ്പെടുകയും അന്ധവിശ്വാസങ്ങളും അയിത്ത ജാതി വ്യവസ്ഥകളും തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഒരു കൂട്ടർ സദാ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരള ശാസ്ത്ര കോൺഗ്രസിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രത്തെ നിരാകരിക്കുക എന്നത് ചരിത്രകാലം മുതൽ സമൂഹത്തിൽ തുടർന്നു വന്നിരുന്നതായി കാണാൻ കഴിയും. സാമൂഹ്യ അവസ്ഥയെ മാറ്റിക്കൊണ്ട് ശാസ്ത്രം അതിവേഗം വളർന്നു കഴിഞ്ഞുവെന്ന് മന്ത്രി പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൊഫസർ കെ.പി. സുധീർ അധ്യക്ഷനായി. ശാസ്ത്ര കോൺഗ്രസിന്റെ ചെയർപേഴ്സൺ പ്രൊഫസർ എം.കെ. ജയരാജ് ശാസ്ത്ര കോൺഗ്രസിനെ കുറിച്ച് വിശദീകരിച്ചു. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലറും കാർഷിക വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ ഡോക്ടർ ബി അശോക്, ശാസ്ത്ര ഉപദേഷ്ടാവ് എം.സി. ദത്തൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ കെ.എ. സാബു സ്വാഗതവും ഡയറക്ടർ ഡോക്ടർ സി.എസ്. കണ്ണൻ വാര്യർ നന്ദിയും അറിയിച്ചു. പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലത്ത് അതിനെതിരെ ശാസ്ത്രീയതയിലൂന്നിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നു എന്നതാണ് ഈ സയൻസ് കോൺഗ്രസിൻ്റെ മറ്റൊരു പ്രാധാന്യം. ശാസ്ത്രവും അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പുകൾ ഇല്ലാതാകുന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഈ അടുത്ത് ഒരു IIT-യുടെ ഡയറക്ടർ നടത്തിയ പ്രസംഗം. ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കുന്ന തരത്തിൽ ആണ് അദ്ദേഹം